വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവിടെ മര്യാദയ്ക്ക് അവിടെ നിന്നോ. നമ്മൾ എന്തിനാ മക്കളെ ഇന്ന് പോണത്? എങ്ങട് ആർക്ക് എന്തോ തിന്നാൻ കിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ്. എങ്ങടാ പോണേ? ആ പറയാ, അവർക്ക് പറയാ എങ്ങടാ പോണെന്ന്. എന്താണ്? കമ്മല് വാങ്ങിത്തരും അമ്മക്ക്. അവൾക്ക് എപ്പോഴും കമ്മല് വേണമെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കാത് തൊട്ട് നോക്കിയിട്ട് അമ്മക്ക് പമ്മലില്ല എന്നിട്ട് പറയണേ. എങ്ങനെ പറഞ്ഞ്? ഞാൻ വാങ്ങിത്തരാട്ടാ. എങ്ങനെ പറഞ്ഞ് പറയാ നോക്കട്ടെ. ആ അവള് അവളുടെ ഡയലോഗ് അവള് പറയുന്നു. എങ്ങനെ പറഞ്ഞു? ഒന്നും കൂടെ പറയും. വാങ്ങിത്തരോ? എന്ത് വാങ്ങിത്തരും? അപ്പൊ ഞങ്ങള് പോവാണ് കാത് കുത്താൻ വേണ്ടിയിട്ട്. 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ കുത്തണം വിചാരിക്കല്ലാണ്ട് നടക്കണില്ല. കുഞ്ഞ് ഇതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇനി എനിക്കിപ്പോൾ വെക്കേഷനാണ്. അപ്പം ഇനിയിപ്പോൾ വെക്കേഷൻ കഴിയുന്നതിന് മുമ്പ് കാത് കുത്താന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഉള്ള നല്ലൊരു ജ്വല്ലറിയിൽ പോവുക, കാത് കുത്തുക, വരിക അല്ലേ? അങ്ങനെ നിനക്ക് അവിടെ വേണോ? നോക്കട്ടെ. കണ്ണാണല്ലോ. ചുച്ചുക്ക് ഇഷ്ടമല്ല ഐബ്രോ ഇടുന്നത്. നോക്കട്ടെ. അടുത്ത ആള് വന്നിട്ടുണ്ട്. അപ്പോൾ റന എൻട്രി ആയിരിക്കുകയാണ്. റനാനെ നോക്കട്ടെ. അവിടെ ബീച്ച് ഒന്നും തപ്പണ്ട, അവിടെ ഉണ്ടാവൂല. വെറുതെ അല്ല രാവിലെ ഞാൻ തിരഞ്ഞിട്ട് കിട്ടാത്തത്. അമ്മ രാവിലെ എല്ലാം കൊണ്ട് കളഞ്ഞാലോ. രാവിലെ എന്റെ ഒരു മരണപ്പാച്ചിലാണ്. കാത് കുത്താൻ പോവാണല്ലേ? ആ പിന്നെ ഇങ്ങോട്ട് വന്നാ മതി. വളരെ നേരെ ഈ പണ്ടത്തെ വയസ്സായൊരു ഒരാൾ അവിടെ കരഞ്ഞു വീണിരിക്കുകയാണ്. എന്റെ സന്തോഷങ്ങൾ അല്ല, എനിക്ക് അങ്ങനത്തെ സന്തോഷങ്ങളൊന്നും വലുതല്ല. അങ്ങനെ വരുമ്പോ സങ്കടപ്പെടുത്തി കാണാനാണ് എനിക്കിഷ്ടം. സോറി ഗൈസ്. ഇത് നിനക്ക് ഇടാൻ പാടില്ല, അത് കുഞ്ഞു ബേബീസിന് ഇടാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇടുന്ന പോലെ ഒന്ന് അഭിനയിച്ചിട്ട് വരാം. പക്ഷെ അതൊക്കെ മനസ്സിലാവും. ആ കണ്ടു. കണ്ണു മൂടട്ടെ ഒക്കെ നോക്കി വെച്ചിരിക്കാണ്. ഇനി തുറക്കാൻ പാടില്ല കേട്ടാ കണ്ണ്. ആ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും കൊടുക്കാനുള്ള ഡ്രസ്സ്, പില്ലോസ്, അതായത് കഴിവില്ലാത്ത ആൾക്കാർക്ക് ഡ്രസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഓഫീസിൽ നിന്ന് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കാരണം അവിടെ എലി കയറിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ഗൾഫിൽ നിന്ന് വന്നൊരു ബോക്സാണ്. ഇതുപോലെ ഡ്രസ്സാണ് കേട്ടോ. അപ്പം പിന്നെ അതുപോലെ വേറെ കുറച്ച് സംഭവങ്ങളും കൂടെ കാണിച്ചു തരാം. പിന്നെ ഒരു ഡയപ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച നമ്മുടെ ഒരു ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അപ്പോൾ ഇല്ലേ, ഞാൻ ആമസോണിൽ നിന്ന് കെയറിൻ അഡൽട്ട് ഡയപ്പർ പാൻസ് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വയസ്സായവർക്ക് വെച്ച് കൊടുക്കൂലേ, എണീറ്റ് നടക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി ടോയ്ലറ്റിലേക്കൊന്നും പോകാൻ പറ്റാത്തവർക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡയപ്പറാണ്. ഇത് വാങ്ങി നോക്കിയിട്ട് കൂടുതലായിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയൊരു സാധനമാണ് കേട്ടോ. ഇത് വന്നിട്ട് 12 hours പ്രൊട്ടക്ഷൻ കിട്ടും. ക്ലോത്ത് ലൈക്ക് സ്ട്രെച്ചബിൾ പാനലാണ്, കംഫർട്ടബിൾ ആണ്. നമുക്ക് റിയൽ അണ്ടർവെയർ ഇട്ട പോലെ മാത്രമേ തോന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ സൈഡിൽ ടിയർ ആവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും പറ്റും. അതുപോലെ സൂപ്പർ അബ്സോർബൻ്റ് ആണ്. ജെൽക്കോർ ലൈക്ക് ക്വിക്ക്ലി ലോക്ക് ചെയ്യും ഇതിൽ ഫ്ലൂയിഡൊക്കെ ആയി കഴിഞ്ഞാൽ. ഇത് വന്നിട്ട് ഇതിൻ്റെ വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ആണ്. ഫുള്ളായി കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ കളറുള്ള ഭാഗം ഇതിൻ്റെ ഫ്രണ്ട് ചെയ്ത് ബാക്ക് ചെയ്തെന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതുപോലെ നല്ല ലീക്ക് പ്രൂഫാണ്. ഈ ഒരു സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് ലീക്കായിട്ട് വരില്ല കേട്ടോ. അതുപോലെ ഇത് ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ ലീക്കേജ് ലോക്ക് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യും. നമുക്ക് ഇവർക്ക് ഡിസ്കംഫർട്ടായിട്ടൊന്നും തോന്നൂല. അതേപോലെ വേസ്റ്റ് സൈസ് വന്നിട്ട് എക്സ്ട്രാ ലാർജാണ്. 100 to 150 സെൻറ്റിമീറ്റർ, അതായത് 40 to 59 ആ ഒരു സെൻറ്റിമീറ്ററാണ്. അതുപോലെ യൂണിസെക്സ് ആണ്. ഈക്വലി കംഫർട്ടബിൾ, മെന്നിനും വിമണ്ണും ഈക്വലി കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഡയപ്പറാണ് കേട്ടോ. ഇത് ഷൂ ഇടണ്ടേ കുട്ടിക്ക്? നമുക്ക് ടാറ്റ പോണ്ടേ? കമ്മല് വാങ്ങാൻ പോണ്ടേ?
ഷൂ എടുത്തിട്ട് വാ. ഓടി വരാ. ഷൂ എടുത്തിട്ട് ഓടി വാ. എല്ലാരും റെഡി ആവുന്നത് അപൂർവമായിട്ടായിരിക്കും. ആ സമയത്ത് ഫോട്ടോ എടുത്ത് എപ്പോഴും കിട്ടാറില്ല. എന്നിട്ട് എപ്പോഴും ആലോചിക്കും ഫോട്ടോ എടുക്കും. എന്തോ സാമർത്ഥ്യം അറിയോ? ആ ഷൂ എടുത്ത് നിന്നെ ഇവിടെ വിട്ടിട്ട് പോകുന്നേക്ക് ഞാൻ ഹെയ്സ് അത് എടുക്കല്ല, അവിടെ വെക്ക്. അതെന്തിനാ നീ എടുത്തിട്ട്? കാരണം മെല്ലെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് കയ്യിൽ നിന്ന് മെല്ലെ ഉണ്ട് വാച്ച് പോലും അവളുടെ കയ്യിൽ. ഇത് സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. ഞാൻ പോലും അറിയില്ല അവിടെ എന്റെ വാച്ച് അടിച്ചു. അമ്മ അത്രയും സാമാന്യ ബോധത്തിലാണ് നിൽക്കുന്നത്. എന്റെ ബോധമൊന്നും ഇവിടെ അല്ല. അതാണ് നിങ്ങൾ അത് ചോദിച്ചിട്ടില്ല. എനിക്ക് സുഖമില്ലായിരുന്നു, അത് ചോദിച്ചിട്ടില്ല. ഹായം വാ. ഹേസൻ അത് എടുത്ത് അവൻ്റെ കാലി കിട്ടും. ഇവിടെ ഇരിക്കി. ഹായം വാ. ഫോട്ടോ എടുത്താ മിണ്ടാണ്ടിരിക്കോ? ശരി ഹേസ് ഇവിടെ ഇരിക്കി. ഹേസ് ഒരു ഫോട്ടോ എടുക്കണി വാടി. കിട്ടി കിട്ടി. അല്ലോ എല്ലാരും ഒരു ഫ്രെയിമില് കിട്ടി. എല്ലാരും ഒറ്റ ഫ്രെയിമില് കൊറേ ദിവസത്തിന് ശേഷം കിട്ടി. വായിൽ കേട്ട് നിൽക്കാൻ പാടില്ല. പറഞ്ഞതിന് വേണ്ടി ഒന്ന് ചെയ്തേക്കണേ. അങ്ങനെ അതേ നമ്മള് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ എത്തിയത്. നമ്മൾ എത്തിയത് വന്നിട്ട് അക്ഷയ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് കേട്ടോ. ഞാൻ പൊതുവെ എപ്പോഴും ഇവിടെയാണ് ഷോപ്പ് ചെയ്യാനായിട്ട് വരുന്നത്. വന്നപ്പോഴാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മനസ്സിലായത് അവിടെ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പ്രിഫർ ചെയ്യുന്നത് കമ്മൽ ഇടുന്ന സമയത്ത് ഡയമണ്ടിൻ്റെ കുഞ്ഞ് സ്റ്റോൺ വെച്ച് നല്ല ഭംഗിയുണ്ടാവും, നല്ല ക്യൂട്ടായിട്ടുണ്ടാവില്ലേ. നോക്കിയ സമയത്ത് അവിടെ ഇപ്പോൾ ഡയമണ്ടിൻ്റെ ഓഫറും കൂടെ നടക്കുന്നുണ്ട് എന്ന് കേട്ടു കേട്ടോ. അപ്പോൾ താഴെ ജസ്റ്റ് ഫസ്റ്റ് ഒന്നെല്ലാം ഒന്ന് നോക്കി പുതിയ കളക്ഷൻസൊക്കെ എന്താ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരിക്കും. പിന്നെ പോരാത്തിന് നല്ല യുണീക്ക് കളക്ഷൻസും ഇവിടെ വന്നാൽ കിട്ടും. എൻ്റെ ബ്രേസ്ലെറ്റ് നിങ്ങളെല്ലാവരും ചോദിക്കാറില്ലേ, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. നല്ല അടിപൊളി മോഡൽ ബ്രേസ്ലെറ്റും ബാസറും മോതിരും ഒക്കെ അതേപോലത്തെ മോഡൽസ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനും റേനക്കുട്ടിയും ജസ്റ്റ് ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ട് അവരോട് സംസാരിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ മോളത്തെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെയാണ് കേട്ടോ കമ്മല് കാര്യങ്ങൾ. അപ്പോൾ ഓഫർ എന്താ സംബന്ധിച്ചാൽ ഡേയ്സ് ഓഫ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും 10-13 വർഷമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട്. ഡിസംബർ മന്ത് ഉണ്ടാവുന്നതാണ്. നല്ല ഫ്ലാറ്റ് 50% മേക്കിംഗ് ചാർജിൽ ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ അവർ. ഡയമണ്ട് ജ്വല്ലറിക്കൊക്കെ ഡിസംബർ 20 തൊട്ടിട്ട് ജനുവരി 19 വരെയാണ് കേട്ടോ അതിൻ്റെ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും ബേബിക്ക് കുറേ കമ്മലൊക്കെ നോക്കാം. പിന്നെ റനക്കുട്ടിക്കും കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. അവളുടെ പഴയ കമ്മലൊക്കെ ഞാൻ വിറ്റു, അതാണ് സത്യം. അപ്പോൾ അവൾക്ക് കമ്മലിടാനില്ല. അപ്പോൾ അത് നോക്കാതെ പറഞ്ഞിട്ട് ഡയമണ്ട് സെക്ഷനിലാണ് നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ നല്ല യുണീക്ക് കളക്ഷൻസ് ആണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, അവരുടെ ഡയമണ്ട് ക്വാളിറ്റി അത്രയും നല്ല ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഡയമണ്ട്സ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. ഞാൻ എപ്പോഴും ചുച്ചുകുട്ടിക്കും ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് സെക്കൻഡ് സ്റ്റെഡൊക്കെ കുത്തിയ സമയത്തും ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഷൈനിങ് കാര്യങ്ങളൊന്നും തന്നെ പോവാതെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പിന്നെ നമ്മൾ ലേഡീസിന് പൊതുവേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ മൊത്തത്തിൽ അവരുടെ കളക്ഷൻസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇപ്പോൾ ഡയമണ്ടൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം പാഴാക്കണ്ട, നേരെ പാലക്കാടിലെ അക്ഷയയിലേക്ക് പോയിക്കോ. നല്ല അടിപൊളി ഓഫേഴ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ നെക്ലസുകളാണെങ്കിൽ എന്താണെങ്കിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. യുണീക്ക് കളക്ഷൻസാണ്, എല്ലാം തന്നെ പുതിയ പുതിയ കളക്ഷൻസാണ് കേട്ടോ. നെക്ലസ് ആണെങ്കിലും ബ്രേസ്ലെറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോ. ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചു. എനിക്ക് ഇതുപോലെ പിന്നെ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് യുണീക്കായിട്ടൊരു ചെയിൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വെച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഓർഡറും കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഈ ഒരു നെക്ലസ് അതിൻ്റെ ആ ഒരു സ്റ്റോണിലെ എന്തോ ഒരു പ്രത്യേകതരം എന്തോ കുറച്ച് നല്ല അടിപൊളി സ്റ്റോണാണ്. നേരിട്ട് കാണുമ്പോൾ എനിക്കാളും ഭംഗിയുണ്ട് കേട്ടോ. എന്താ ചെയ്യണ്ട്? എവിടേക്ക് ഇറങ്ങി? കമ്മലിടാൻ പോവാണ്. ഇതിങ്ങനെ പിടിക്കണം കേട്ടോ, ഇത് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ അവർ കമ്മലിട്ട് തരട്ടെ. കമ്മലിടി. ആ പറയും. ഓക്കെ പറയും. എന്തോ മണത്ത്. നിക്ക് കമ്മലിടാൻ പോണ. ഏത് കമ്മല വേണ്ട? ഇതാ സൂപ്പർ. ഇനി മാർക്കറ്റ് കേട്ടോ. താഴെ ഉണ്ടോ? ഞാൻ മാർക്ക് ചെയ്തട്ടെ.
കമ്മലിട്ടാ ആ മതി. ഇത് എടാ എല്ലാരും ബിസ്മി പറയടാ. അടുത്ത സ്വിച്ച് കൊടുക്ക്, പാവം അങ്കിൾക്ക് കൊടുക്ക്. ഇത് മാത്രം, അത് മാത്രം, അതും കൂടെ 8 മണി, അതും കൂടെ കഴിഞ്ഞു ഫിനിഷ്. കറക്റ്റ് കുത്തണേ. ആര് കട്ടി കുട്ടിക്ക് സൂചിട്ടോ? ആരുമാ സൂചിട്ട്? ഏത് മമ്മടി സൂചിട്ടത്? ആ മാമയാ. മാമൻ എന്ത് മാമന്? മാമ കുട്ടീനെ ശുണ്ടിലേക്ക് എന്തെന്ന് കാട്ടില് സങ്കടടി. മാമക്ക് താങ്ക് യു പറ. താങ്ക് യു മാമ പറ. ഉള്ളില് രാഗുണ്ടോ? ഓക്കെ പറ. ഏതെനിക്കുണ്ടടാ? ഇല്ല മാറി പറ. നോക്ക് ശുണ്ടിരി. മാമക്ക് താങ്ക് യു പറ. താങ്ക് യു പറ. കുട്ടി കമ്മലിട്ട് പെൺകുട്ടി പോലെ. സങ്കടയിടി. സങ്കടായോ? എവിടുമ്മ സങ്കടം വന്നു? അവിടെ സങ്കടം വന്നടി. നല്ല ശാന്തായി. എന്തുമ്മ കുട്ടിക്ക് വെയ്യാണ്ടായോ? ഇക്ക സെക്കൻഡ് സ്റ്റെപ്പ് കുത്തട്ടെ ഞാന്. കുട്ടീനെ വേദനിപ്പിച്ചു നിങ്ങള്? സൂചിട്ട് അങ്ങനെ ഇടയിൽ കൂടെ ഞങ്ങള് കാതുകുത്തൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒച്ചു ബേബി ഒരുപാട് കരയോ ആകെ അലമ്പാക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ചെറിയ കുട്ടികളല്ലേ, ആ വേദന അവരങ്ങോട്ട് മറക്കും. നമുക്കൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ വേദന തട്ടിയാൽ അത് മാത്രം ഇങ്ങനെ ആലോചിച്ച് എപ്പോഴും വിഷമിച്ചിരിക്കുന്നത്. പക്ഷേ കുട്ടികളുടെ ഇതുപോലെയുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ആ വേദന ഉണ്ടെങ്കിൽ പോലും അവളങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ ദേ അടുത്ത് ഞാൻ നെക്ലസ്സൊക്കെ വെച്ച് നോക്കി. നല്ല രസമുണ്ട് കാണാൻ. ആ സ്റ്റോൺസൊക്കെ ഉണ്ടല്ലോ, നല്ല യുണീക്കായിട്ടുണ്ട് കേട്ടോ. ഓരോന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരേപോലെ തോന്നാതെ ഓരോന്നും യുണീക്കായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പുതിയ മോഡലാണ് ഇപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ റെനക്കുട്ടിയും കൂടെ കാതിട്ടുണ്ട് കേട്ടോ. ജീവൻ കൂടെ പോയല്ലോ പകുതി. ഒന്ന് മതിയോ? നീ അനുഭവിക്കും.
എൻജോയ് കണ്ണിന് വെള്ളം വരുന്ന നോക്കട്ടെ. തൊടല് നല്ല വേദനിക്കണുണ്ട്. അമ്മ ഞാൻ ഇവിടെ ഒന്നും കൂടി കുത്തട്ടെ. എല്ലാം പ്ലീസ്. മൂന്നാമത്തെ കറക്റ്റോ പിന്നെ ഞാൻ കുത്തില്ല, ഉറപ്പാണ്. പിന്നെ ഞാൻ ഒരിക്കലും കുത്തില്ല. അങ്ങനെ റനക്കുട്ടിയുടെ കുറേ നേരത്തെ വാശിക്ക് പുറത്ത് നമ്മൾ റനക്കുട്ടിക്കും കൂടെ കാത് കുത്താനും വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതേ ഈ ഒരു നെക്ലസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു പാറ്റേണും ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഡയമണ്ട് ആയതുകൊണ്ട് തന്നെ കാണാനും അത്ര എലഗൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ അത്. നല്ല രസമുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇവരുടെ വേറൊരു ഷോപ്പിലുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ ബ്രേസ്ലെറ്റ്സ് ഒക്കെ തന്നെ എൻ്റെ ബ്രേസ്ലെറ്റ് നിങ്ങൾ കണ്ടിട്ട് ചോദിക്കാറില്ലേ, അതേപോലെ നല്ല അടിപൊളി മോഡൽസാണ് കേട്ടോ എല്ലാം തന്നെ ഉള്ളത്. പിന്നെ ഞാൻ ബാംഗിൾസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ സ്റ്റോൺസ് ആയിരിക്കും ഡയമണ്ടിൻ്റെ, പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടുകയും ചെയ്യും കേട്ടോ. അതെല്ലാം തന്നെ സെറ്റായിട്ടും കിട്ടുന്നുണ്ട്. അതായത് മാല, കമ്മൽ, വള അങ്ങനെയും കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വള മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടുന്നുണ്ട്. പിന്നെ ഇതും നല്ല അടിപൊളി യുണീക്ക് കളക്ഷൻസിലുള്ള കുറച്ച് നെക്ലസ് ആ ഒരു ടൈപ്പുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ അൺകട്ട് ഡയമണ്ട്സും ഉണ്ട്. പിന്നെ ഈ ഒരു വള എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കയ്യിലിട്ട് നോക്കിയിട്ടാണ്. എനിക്ക് പൊതുവെ സ്റ്റോൺസിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ പോയത് തന്നെ ലേറ്റ് ആയിട്ടാണ്, എങ്കിൽ പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇയർ സ്റ്റഡ്സ് കമ്മലുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. റൺകുട്ടി കുറേ ആയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നതാണ് കുറച്ച് കമ്മലൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ വേറെ എന്താ പറയുക, ഈ മോതിരമില്ലേ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് മാജിക് ബാങ്കിൾ അല്ലെങ്കിൽ റിങ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് റിങ്ങായിട്ടും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വലുതാക്കിയിട്ട് വളയാക്കിയിട്ട് ഇതുപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമുക്ക് ഏതാണോ സൈസ് ആ സൈസിലേക്കാക്കി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബ്രേസ്ലെറ്റ് പോലത്തെ സ്റ്റോൺസൊക്കെ വെച്ച റിങ്സൊക്കെ ഉണ്ട് എന്നുള്ളത്, അതൊക്കെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഞാൻ എൻ്റെ ബ്രേസ്ലെറ്റിന് മാച്ചായിട്ട് റിങ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല വേറൊരു ഷോപ്പിലുണ്ട്, അതിലേക്ക് ഒരു ദിവസം പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് കാണിച്ചു തരാം. നല്ല മോഡലാണ് കേട്ടോ എല്ലാം തന്നെ കാണാൻ. ബട്ടർഫ്ലൈ ഷേപ്പിലും ഒക്കെ ആയിട്ട് എല്ലാം നല്ലൊരു യുണീക്ക് മോഡലായിട്ട് തോന്നി. പിന്നെ റനക്കുട്ടിക്കൊക്കെ ഇങ്ങനത്തെ മാലകളാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ ലെയർ ആയിട്ടുണ്ടാവില്ലേ, കുറേ ലൈറ്റ് വെയിറ്റും ആയിരിക്കും. നമുക്ക് ഒരുപാട് വെയിറ്റ് ഉള്ളതായിട്ടും ഉണ്ടാവില്ല. നമുക്ക് ഒരുപാട് പൈസ ഒന്നിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ അതേ നമ്മൾ അത്യാവശ്യം എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഫാമിലിയിൽ കല്യാണം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സാധനങ്ങൾ വാങ്ങാൻ ഇപ്പോൾ ഉദ്ദേശം ഉണ്ടെങ്കിൽ, ഡയമണ്ട് വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയിക്കോ. അവിടെ നല്ല ഓഫറാണ് ഉള്ളത്. ഇത് വന്നിട്ട് പ്ലാറ്റിനം സെക്ഷനാണ്. ഇവിടെ ഒരുപാട് പ്ലാറ്റിനത്തിൻ്റെ കളക്ഷൻസ് ഉണ്ട്. റനക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലാറ്റിനം ഗോൾഡിനേക്കാളും. അപ്പോൾ പാലക്കാടിലെ അക്ഷയ ഗോൾഡാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കിക്കോ. ചുമ്മാ ചെവി നോക്കട്ടെ. ഒത്തോടുണ്ട വേനിക്കുണ്ടാ എന്തായി വേനിക്കുന്ന ആര് കട്ടി? മാമ എന്ത് കട്ടി? ഷൂജ് കുത്തിയാ? ഭംഗിണ്ടാ? ഇഷ്ടപ്പെട്ടാ? എവിടെ? അമ്മയ്ക്ക് പമ്മല് വാങ്ങി തരാൻ വേണ്ടിട്ട് എന്താ വാങ്ങി തന്നില്ല? അമ്മയ്ക്ക് പമ്മല് മാമ ഷൂജ് കുത്തോ? അപ്പൊ അമ്മയ്ക്ക് വേണ്ട? ഇനി ഒന്നും കൂടെ സൂചി കുത്തിയാലോ? കുത്താ? എങ്ങനെ വേനിക്കിന് പറയാ? എങ്ങനെ വേദനിക്കുക? അപ്പൊ ഓക്കെ മിണ്ടാണ്ടിരിക്ക്. എന്തടാ? അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. ആൾ ഭയങ്കര ഹാപ്പിയാണ്. ചെവി കാര്യമായിട്ട് വേദന കാര്യങ്ങളൊന്നും ഇല്ല, സൂപ്പറായി. അപ്പോൾ കാത് കുത്താനൊക്കെ ആഗ്രഹമുള്ളവർ അങ്ങോട്ട് പോയിക്കോ. നല്ല അടിപൊളി യുണീക്കായിട്ടുള്ള സ്റ്റഡുകൾ നമുക്ക് ഡയമണ്ടിൻ്റെ കിട്ടും. അപ്പോൾ ഏതാണ് നമ്മൾ വാങ്ങിച്ചത്, മോൾക്ക് ഇട്ട് കൊടുക്കാൻ പോകണമെന്നൊക്കെ ഇത് ഊരിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലുമൊക്കെ ഗോൾഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ അടിപൊളി ഓഫർ നടക്കുകയല്ലേ.
അപ്പോൾ പിന്നെന്താണ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു, ബൈ.